15 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് ജനം കുഴച്ച മാവ് പുളിക്കുന്നതിന് മുമ്പേ തൊട്ടികളോടുകൂടെ ശീലകളിൽ കെട്ടി ചുമലിൽ എടുത്തുകൊണ്ടുപോയി. ഈ ഇസ്രായേൽ ജനം അവരെന്ത് ചെയ്തു? അവര് മിസ്രയീമിൽ നിന്ന് ഓടിപ്പോവുകയാണ്. പോകാൻ നേരത്ത് ഞാൻ ആദ്യം ചോദിച്ചു, ഈസ്റ്റ് ഉണ്ടായിരുന്നോ മാവിനകത്ത്? ഈസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഈസ്റ്റുള്ള മാവും കൊണ്ടാണ് അവർ ഓടുന്നത്. അങ്ങനെ ഓടിയപ്പോ ഈസ്റ്റ് ഉണ്ട്, പക്ഷെ ഈസ്റ്റ് എന്ത് ചെയ്തില്ല? പുളിച്ചില്ല. രക്ഷിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ പുളിപ്പുണ്ടോ? ആലോചിച്ചേച്ച് പറയണോ? പുളിപ്പുണ്ടല്ലേ, പക്ഷെ അവനെ എന്ത് ചെയ്യാൻ പാടില്ല? പുളിച്ച് പൊങ്ങാൻ അനുവദിക്കരുത്. വാസ്തവത്തിൽ വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പാപ സ്വഭാവം നിറഞ്ഞു നിൽക്കുകയാണ്. പാപത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ആ പാപത്തെ എന്ത് ചെയ്യാൻ അനുവദിക്കുന്നില്ല? വളരുവാനായിട്ട് അനുവദിക്കുന്നില്ല. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന എന്താണ്? കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. ഇന്ന് ദൈവവചനം കേൾക്കും ദൈവവേദിലെ നമ്മുടെ ജീവിതത്തിലെല്ലാം പാപ സ്വഭാവം നമ്മളിലെല്ലാം ഉണ്ട്. രക്ഷിക്കപ്പെട്ടവരാണ്. പാപ സ്വഭാവവും പാപത്തിന്റെ പ്രമാണവും ആത്മാവിന്റെ പ്രമാണവും നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാൽ നാം എന്ത് ചെയ്യണം? വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ, വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ഈ പാപ സ്വഭാവത്തിന്റെ മേൽ നാം ജയം കൊണ്ടാടുന്ന ഒരു അനുഭവമാണ്. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന എന്താണ്? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി എന്ത് ചെയ്തോളണം? വിട്ട് ഓടിക്കൊണ്ടിരിക്കണം. ഞാൻ ഒന്ന് ചില സ്പീഡ് കൂട്ടുക കേട്ടോ, ഇല്ലെങ്കിൽ സമയം വളരെ മുന്നോട്ട് പോയി. അതുകൊണ്ട് ഞാൻ അവസാന ഭാഗത്തേക്ക്, ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഭാഗത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, അതിൻ്റെ ആപ്ലിക്കേഷൻ. 1 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പുളിപ്പില്ലായ്മ കൊണ്ട് ഉത്സവം ആചരിക്കുക എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ആഹ്വാനം ചെയ്യുന്നത്. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. മാത്യു ഹെൻറി എന്ന ദൈവദാസൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ദ ഹോൾ ലൈഫ് ഓഫ് എ ക്രിസ്ത്യൻ മസ്റ്റ് ബി എ ഫീസ്റ്റ് ഓഫ് അൺലിവൻ ബ്രെഡ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിൻ്റെ അനുഭവമാണ്. എന്തുകൊണ്ടാണ് ഇത് ആവശ്യം? ഇത് ഞാൻ കുറച്ചുകൂടെ ഇതുവരെ നമ്മൾ ചിന്തിച്ചു വന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധം. എന്നാൽ ഈ അസാരം പുളിമാവ് എന്ത് ചെയ്യും? പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കും. 1 കൊരിന്ത്യ ലേഖനം ഇത് വിശദീകരിക്കുകയാണ്. അവിടെ നിന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ എടുത്ത് ഞാൻ അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആവശ്യമായിരിക്കുന്നത്? ഒന്ന്, ഈ കൊരിന്തിലെ സഭയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 1 കൊരിന്ത്യർ 5:1 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നു പോൽ. അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. ഇവിടെ 4 കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, കൊരിന്തിലെ സഭയിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവന്റെ ജീവിതത്തിൽ ഒരു പാപം. എന്താ അവിടെ പറയുന്നൊരു പ്രയോഗമാണ്, ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത ദുർനടപ്പാണ്. സ്വന്തം അപ്പന്റെ ഭാര്യയോട് വ്യഭിചാരം. അത് വ്യഭിചാരം ചെയ്തെന്ന് മാത്രമല്ല, അങ്ങനെ ഉണ്ടെന്ന് ആരൊക്കെയോ പറഞ്ഞു പൗലോസ് കേട്ടു എന്ന് പറഞ്ഞാൽ നാട്ടിൽ മുഴുവൻ പാട്ടായ കാര്യമാണ്. മാത്രമല്ല, എന്നിട്ട് അവിടെ പറയുക, 2-ാമത്തെ വാക്യം, എന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ചീർത്തിരിക്കുകയാണ്.
നിങ്ങൾ ദുഃഖിച്ചിട്ടില്ല, മാനസാന്തരപ്പെട്ടിട്ടില്ല. ഇന്നത്തെ ക്രൈസ്തവ സഭയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ഒരു അനിവാര്യതയാണ്. എന്തുകൊണ്ടാ? നമ്മൾ കർത്താവിൻ്റെ സഭ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നെങ്കിൽ തന്നെയും ഇതിനകത്ത് ജീവിതങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ ഇതല്ല, ഇതുപോലെയുള്ള അനേകം പാപത്തിൻ്റെ അനുഭവങ്ങൾ വിശ്വാസികളുടെ ഇടയിലുള്ളപ്പോൾ തന്നെ അവർ സഭകളിൽ ഉന്നത സ്ഥാനീയരായി ഉത്തരവാദിത്തപ്പെട്ട ഇടങ്ങളിൽ വന്ന് അവരെ ഇടപെടുകയും പെരുമാറുകയും ചെയ്യുമ്പോൾ ഒന്നാമത് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ പാപം ഇങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുക. ഈ വിശ്വാസിയുടെ ജീവിതത്തിൽ പാപം എന്ന് പറഞ്ഞാൽ, പാപത്തിൽ വീണ എന്തോ പറ്റണമെന്നറിയാവോ? എന്ത് ചെയ്യണം? പാപത്തിൽ വീണ എന്ത് ചെയ്യണം? രഹസ്യമാക്കി വെക്കണം അല്ലേ? ഉടനടി എന്ത് ചെയ്തോണം? ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. പക്ഷെ ഇവരതല്ല ചെയ്തേക്കണത്. 1, 2, 3 അട്ടിയിട്ട് വെച്ചേക്കുക, ചീർത്തിരിക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്തു വെച്ചേച്ചും ചീർത്തിരിക്കുക. നാട്ടിൽ മുഴുവൻ പാട്ടായിട്ട് മാനസാന്തരം വന്നിട്ടില്ല. ദൈവവൈതല, പക്ഷേ ജീവിതത്തിൽ വന്ന പാപത്തിന് ഇന്നുവരെ ഒരു അനുതാപം വന്നിട്ടില്ല, മാനസാന്തരം വന്നിട്ടില്ല. പാപം കുമിഞ്ഞുകൂടിയ അനുഭവം. പ്രിയപ്പെട്ടവരെ, പഴയ പുളിമാവ് നിറഞ്ഞു കിടക്കുകയാണെങ്കിൽ ഒരു പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ എനിക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. ഇന്ന് ഏറ്റവും വലിയ അപകടം എന്നാണെന്നറിയാമോ? ഇതൊക്കെ ഉണ്ടെങ്കിൽ സാരമില്ലെന്നേ, ഇതൊക്കെ സാരമില്ല. ഈ പാപത്തെക്കുറിച്ചൊക്കെ ആരെങ്കിലും പ്രസംഗിച്ചാൽ പിന്നെ പ്രസംഗിച്ച ആളെ വെച്ചേക്കില്ല. കാരണം എന്താ? ഇതൊക്കെ അങ്ങനെ ഉള്ളതാ. പുളിപ്പാണ് ഇന്നും കൂടുതൽ. അവിടെയാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പാപത്തിനെതിരെയുള്ള ഏറ്റവും വലിയ സെക്യൂരിറ്റി എന്താണെന്നറിയാവോ? അല്ലെങ്കിൽ പാപത്തിനെതിരെയുള്ള ഏറ്റവും നല്ല പരിച, പാപമെന്ന് കേൾക്കുമ്പോൾ നടുക്കമുണ്ടാകുന്ന ജീവിതാനുഭവം. 4-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതാണ്, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ഒരു വിശ്വാസി കള്ളം പറഞ്ഞത് കേട്ടാൽ നമ്മൾ നടുങ്ങുമോ? നമ്മൾ തല ഒരുക്കുമല്ലേ? അറിയാം, കുറെ കേട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം വി ആർ അഡ്ജസ്റ്റഡ് ടു ഇറ്റ്. നമുക്കിന്ന് അതുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞു. ഒരു ഉപദേശി കള്ളം പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും നമുക്കിപ്പോൾ വലിയ നടുക്കമില്ല. ഇവിടെയാണ് നമ്മുടെ ജീവിതം പരാജയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതം പരിശോധിക്കപ്പെടേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ഒന്ന്, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ഒരു അനിവാര്യതയാണ്. കാരണം സഭ ഇന്ന് പാപത്തോട് സഹിഷ്ണുത കാണിക്കുകയാണ്. എന്നാൽ പഴയ നിയമത്തിൽ ഇത് വർഷത്തിലൊരിക്കലായിരുന്നു അല്ലേ പുളിപ്പ് നീക്കുക. എന്നാൽ പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ഇത് കൊല്ലത്തിലൊരിക്കൽ നടക്കേണ്ട ഒരു ചടങ്ങല്ല. തിരുവത്താഴത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം, വിളക്ക് കത്തിച്ച് ശോധന ചെയ്തിട്ട് വേണം, കിണ്ടികിണ്ണങ്ങളുടെ അകം മാത്രം, പുറം മാത്രമല്ല, അകവും കഴുകി വെളുപ്പിച്ചിട്ട് വേണം ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. പ്രിയപ്പെട്ടവരെ, പുളിപ്പ് വെച്ചോണ്ട് ഭാഗവാക്കാകേണ്ട ഒരു ശുശ്രൂഷയല്ല കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നത്. കർത്താവിൻ്റെ മേശ അത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിനെ ഓർമ്മിപ്പിക്കുകയാണ്. പുളിപ്പില്ലാത്ത ഒരപ്പത്തിൻ്റെ അനുഭവം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. 2, എന്തുകൊണ്ടാണ് ഈ പെരുന്നാൾ ഒരു അനിവാര്യതയായത്? 2, നാം അവിടെ വായിക്കുന്നു, സഭയുടെ അച്ചടക്കത്തിന് വേണ്ടി പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ഒരു അനിവാര്യതയാണ്. 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 4-5 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഇത്രയും വലിയ പാപം ചെയ്ത ആളെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താന് ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. എന്താണ് 2-ാമത്തെ കാര്യം? പുളിപ്പുണ്ടെന്ന് കണ്ടാൽ അവനെതിരെ ഒരു വേലി അങ്ങ് കെട്ടിയേക്കണം.
അവനെതിരെ വേലി കെട്ടുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അവനെ സംരക്ഷിക്കാനല്ല, ആ പുളിപ്പ് ഈ പിണ്ടത്തിൽ പിടിക്കരുത്. ആ പുളിപ്പ് സഭയിലെ മറ്റു വിശ്വാസികളെ പുളിപ്പിക്കരുത്. അവൻ എന്ത് ചെയ്യണം? ക്വാറന്റൈൻ ചെയ്യണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പണ്ടൊക്കെ ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ലായിരുന്നു അല്ലേ? ഇപ്പൊ നമുക്കറിയാം. കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ ക്വാറന്റൈൻ വന്നു. സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്ന ഒരു പാത്രം കയറെ കെട്ടി ഇട്ട് തന്നേച്ച് പറഞ്ഞു, അവിടെ ഇരുന്ന് കഴിച്ചോ. ഞങ്ങളുടെ പാത്രത്തെ തൊടരുത്. എന്തു ചെയ്യും? പുളിപ്പ്. പ്രിയപ്പെട്ടവരെ, അവനെ ബാലശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവനെ ഡിസിപ്ലിൻ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ജഡസംഹാരത്തിനായി. അവൻ്റെ ആത്മാവ് രക്ഷിക്കപ്പെടാൻ വേണ്ടി അവനെ ജഡസംഹാരത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ യഹോവ സാത്താനോട് പറയുന്നുണ്ട്, ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവൻ്റെ പ്രാണനെ മാത്രം തൊടരുത്. കർത്താവ് എന്ത് ചെയ്തു? യോബിനെ സാത്താൻ തൊടാതിരിക്കാൻ വേലി കെട്ടി. എന്നാൽ ഒരുത്തൻ സാത്താൻ്റെ കയ്യിലാണെങ്കിൽ എന്ത് ചെയ്യണം? ഇനി അവൻ വേറെ ആരെയും തൊടാതിരിക്കാൻ ഒരു വേലി. അതാണ് 1 തിമോത്തിയോസ് 1:20 വാക്യത്തിൽ ഹുമനയോസും അലക്സാണ്ടറും അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. അവരെ കുറിച്ച് പറയുകയാണ്, അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടി. ചിലപ്പോൾ 1 മാസത്തേക്ക് കർത്താവിൻ്റെ മേശയെന്ന് അവരോട് പറയും, നീ ഇനി യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടിട്ട് യഥാർത്ഥത്തിൽ പാപത്തെ ഏറ്റുപറഞ്ഞിട്ട് കർത്താവിൻ്റെ മേശയിൽ പങ്കുകാരനായാൽ മതി. അവനോട് പറയും, ഇനി നീ ഇത്രയും നാളും പ്രസംഗിച്ചോണ്ട കടന്നതല്ലേ, ഇനി ഇതിനെക്കുറിച്ചൊരു തീരുമാനമായിട്ട് പ്രസംഗിച്ചാൽ മതി. കാരണം എന്താ? ഡിസിപ്ലിനിങ് ഓഫ് ദ ചർച്ച്. ഈ പാപമൊക്കെ ചെയ്തേച്ച് അവൻ കയറി അങ്ങ് പ്രസംഗിച്ചു കഴിഞ്ഞാൽ വിശ്വാസികൾ എന്തോ വിചാരിക്കും? ഇത്രയും വലിയ പാപം ചെയ്തവൻ പ്രസംഗിക്കാമെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് പാപം ചെയ്താലും എന്നാ കുഴപ്പം? അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. അതുകൊണ്ടാണ് 9-ാമത്തെ വാക്യത്തിൽ 1 കൊരിന്ത്യർ 5:9 നമ്മൾ വായിക്കുന്ന ഇതാണ്, ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ദുർനടപ്പുകാരനെ സഭയിൽ വെച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? സഭയിൽ കൂടുതൽ ദുർനടപ്പുകാരുണ്ടാകും. കൂട്ടായ്മയിൽ പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സഹിഷ്ണുതയോടെ സാരമില്ല എന്ന് പറഞ്ഞു വെച്ചോണ്ടിരുന്നാൽ മറ്റുള്ള വിശ്വാസികളും അതേ പാപത്തിൽ വീഴുവാനായിട്ട് ഇടയായിത്തീരും. ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചില വാക്യങ്ങളൊക്കെ വിട്ടുകളയുകയാണ്, സമയത്തിൻ്റെ കുറവുകൊണ്ട്. സഭയിൽ നമുക്ക് അന്യോന്യം എന്ത് ചെയ്യാൻ കഴിയണം? ഈ ഡിസിപ്ലിൻ ചെയ്യാനായിട്ട് കഴിയണം. മൈൻഡ് യുവർ ഓൺ ബിസിനസ് ഈസ് നോട്ട് എ ക്രിസ്ത്യൻ ഫ്രേസ്. ഇന്ന് കർത്താവിൻ്റെ സഭയിൽ ഒരു വലിയ പ്രശ്നം എന്നാ? ഞാൻ എങ്ങാനും ചെന്ന് ആരോടെങ്കിലും പറയാം, സഹോദരൻ ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്ന മറുപടി ഇതാണ്, മൈൻഡ് യുവർ ബിസിനസ്, നീ നിന്റെ കാര്യം നോക്ക്. അങ്ങനൊരു കാര്യം സഭയ്ക്കില്ല. കാരണം ഇത് ഒരു പിണ്ടമാണ്. ഇതിനകത്തൊരല്പം പുളിപ്പ് വന്നു കഴിഞ്ഞാൽ അത് ഈ പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കും. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു പാപം വന്നാൽ മത്തായി 18:15 പറയുകയാണ്, നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേൾക്കാഞ്ഞാൽ നീ സഹോദരനെ നേടി. ഈ വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ 4 ലെവൽസ് ഓഫ് ഡിസിപ്ലിൻ ഉണ്ട്. 1 പേഴ്സണൽ, നീയും അവനും മാത്രമുള്ളപ്പോൾ ചെല്ലുക. 2ാമത് പറയുകയാണ്, എന്നിട്ടും അവൻ കേൾക്കുന്നില്ലെങ്കിലോ 2-3 സാക്ഷികളുടെ വായാൽ, നിങ്ങൾ 2-3 പേര് കൂടി ചെല്ല്, കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. എന്നിട്ടും കേട്ടില്ലെങ്കിലോ സഭയോട് മൊത്തമായിട്ട് പറ. സഭ അവനെ എന്ത് ചെയ്യണം? എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, മാറ്റി നിർത്തണം. ഇത് സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പ്രിയപ്പെട്ടവരെ, ഗലാത്യ ലേഖനം 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിൽ അകപ്പെട്ടു പോയെങ്കിൽ ആത്മികരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരാളെ കറക്റ്റ് ചെയ്യാൻ പോകുമ്പോൾ എങ്ങനെയാ പോകണ്ടേ? നീയും അതേ പരീക്ഷയിൽ അകപ്പെടാൻ സാധ്യതയുള്ളവനാണെന്ന് ഓർത്തോണ്ട് വേണം പോയി സംസാരിക്കാൻ, അല്ലാണ്ട് അവനെ വിധിച്ച് വഴിയിലാക്കാനല്ല. നമ്മുടെ പ്രശ്നം എന്നാണെന്നറിയാമോ? നമ്മൾ ഒരാളുടെ കുറ്റം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മളങ്ങ്
ജഡ്ജിയാവും. അതല്ല, സൗമ്യതയുടെ ആത്മാവിൽ അവനെ യഥാസ്ഥാനപ്പെടുത്തുവിൻ. മൂന്നാമത്, എന്തുകൊണ്ട് സഭയിൽ ഈ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അനിവാര്യമാണ്? കാരണം സഭയുടെ ഉണർവിന് അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്. 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം, നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡം ആകേണ്ടതിന്. പഴയ പുളിപ്പുകളെല്ലാം നീക്കി, 1 വർഷമായിട്ടുണ്ടായിരുന്ന പുളിപ്പെല്ലാം നീക്കി, അതിൽ നിന്ന് വന്നതെല്ലാം നീക്കിക്കളഞ്ഞേച്ച് ഇനി നല്ല ഫ്രഷായിട്ട് ഒരു ഉണർവിൻ്റെ, ഒരു പുതുക്കത്തിൻ്റെ, ഒരു യഥാസ്ഥാനപ്പെടലിൻ്റെ അനുഭവം അത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഒരു പുതിയ ഉണർവിനെ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്നറിയാമോ? 3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. 1, ദുഃഖിക്കുക. 1 കൊരിന്ത്യർ 5:2 നമ്മൾ വായിക്കുന്നു, എന്നിട്ട് നിങ്ങൾ ചീർത്തിരിക്കുന്നു, ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടില്ല. 1, നമ്മുടെ ജീവിതത്തിൽ എന്താണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളെന്നാ പറയാൻ പോകുന്നത്. അത് ഇനി എങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. ഇനി നമ്മൾ അപ്പം ചുട്ടോ ആഘോഷിക്കുന്ന കാര്യമല്ല പറയുന്നത്. നേരെ മറിച്ച് പാപത്തെക്കുറിച്ച് ദുഃഖിക്കുക. മോൺ ഓവർ യുവർ സിൻസ്. പാപത്തെക്കുറിച്ച് ദുഃഖിക്കുക. 2, നീ വിധിക്കുക. പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്കെന്ത് കാര്യം? നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത്, പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു. 1 കൊരിന്ത്യർ 5:12 നമ്മൾ വായിക്കുന്നതാണ്, ജഡ്ജ് യുവർ സെൽഫ്. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. 1, പാപത്തെക്കുറിച്ച് ദുഃഖിക്കുക. 2, നമ്മെ തന്നെ വിധിക്കുക. നമ്മുടെ ഓരോ പ്രവൃത്തിയെയും പരിശോധിച്ച്, വിളക്ക് കത്തിച്ച് പരിശോധിച്ച്, ആഴത്തിൽ പരിശോധിച്ച്, അതെൻ്റെ സ്വാർത്ഥതയിൽ നിന്ന് ചെയ്തതാണോ, അതെൻ്റെ താൽക്കാലിക സുഖത്തിൻ്റെ വേണ്ടി ഞാൻ ചെയ്തതാണോ, നാം പരിശോധിക്കപ്പെടേണ്ടത് ആവശ്യമായിട്ടുണ്ട്. 3, ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവിൻ. പർജ് ദ സിൻ. നിങ്ങളുടെ കണ്ണ് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് കളക. വലം കൈ നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ ആ കൈ മുറിച്ചു മാറ്റുക. പ്രിയപ്പെട്ടവരെ, എന്താണ് യഥാർത്ഥ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ? പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നതും നമ്മുടെ ജീവിതത്തെ വിധിച്ച് നമ്മെ തന്നെ ശോധന ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ എവിടെയാണോ ഇടർച്ച വരുന്നത് അതിനെ മുറിച്ചു മാറ്റി വിശുദ്ധ ജീവിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിക്കുന്നതാണ് യഥാർത്ഥ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. ഏറ്റവും അവസാനം ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ ഈ 1 കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞ ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചു എങ്കിൽ അവൻ എന്നെയല്ല, ഒരു വിധത്തിൽ നിങ്ങൾ എല്ലാവരെയും ദുഃഖിപ്പിച്ചിരിക്കുന്നു. അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ഈ ശിക്ഷ മതി. അവൻ അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത്. ഡിസിപ്ലിനറി ആക്ഷനൊക്കെ എടുത്തു. അവൻ എന്തോ ചെയ്തു? അവൻ തൂങ്ങിച്ചാവുകയല്ല ചെയ്തത്. അവൻ പിന്മാറി എന്നേക്കും നശിച്ചു പോവുകയല്ല ചെയ്തത്. എന്ത് ചെയ്തെന്നറിയാമോ? അവൻ അനുതപിച്ചു, അവൻ ദുഃഖിച്ചു, അവൻ പാപത്തെ ഉപേക്ഷിച്ചു, മാനസാന്തരപ്പെട്ടു മടങ്ങി വന്നു. 1-ാം ലേഖനത്തിൽ പറഞ്ഞ മനുഷ്യൻ 2-ാമത്തെ ലേഖനം
പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒരു പെരുന്നാൾ, അത് നമ്മുടെ ജീവിതാനുഭവമായി മാറട്ടെ, നമ്മുടെ വ്യക്തിപരമായ അനുഭവമായി മാറട്ടെ. കർത്താവേ, അതിനായിട്ട് എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്നെ ബലപ്പെടുത്തണമേ, എന്നെ ശക്തീകരിക്കണമേ, വിശുദ്ധിയെ തികച്ച് ഒരുങ്ങി നിൽക്കുവാൻ ഏറിയ ദൈവകൃപ കൊണ്ട് എന്നെ നിറയ്ക്കണമേ.